എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം, അതായത് ഈ വർഷത്തെ വിഷുഫലം, സമ്പൂർണ്ണ വിഷുഫലമാണ് പറയുന്നത്. ഏപ്രിൽ 2025 മുതൽ 2026 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് പറയുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന സമ്പൂർണ്ണ വിഷുഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Six of Pentacles, Six of Wands, Three of Cups, വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി, King of Cups, Four of Swords finally, and Seven of Wands. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷക്കാലം എന്ന് പറയുന്നത് സിക്സ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ഫോർ ഓഫ് സോഡ്സ് എനർജി, ഒത്തിരി തിരക്കുകളൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കുന്ന, ഒത്തിരി ഉത്തരവാദിത്തങ്ങളും ഭാരങ്ങളും തലയിലേറ്റി നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ ഒരു ശമനം ഉണ്ടാകുന്ന ഒരു വർഷം ആണ് ഈ ഒരു വർഷം എന്ന് നിങ്ങളെ സംബന്ധിച്ച് പറയാം. കാരണം പല ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിവാകാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഒത്തിരി മനോധൈര്യം കാണിക്കുന്ന സമയം എന്ന് തന്നെ പറയാം. ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടേതായിരിക്കും, നിങ്ങളുടെ ഉത്തരവാദിത്തമേ ആയിരിക്കില്ല അത്. നിങ്ങൾ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ തലയിലേറ്റി നടക്കുന്നവരും അതിൽ നിന്ന്, അതായത് അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിവാകാൻ പറ്റുന്ന അവസരം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് നിങ്ങൾക്ക് ധൈര്യം കാണിക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ പറയേണ്ടി വരും. ഇനി ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ എനിക്കാവില്ല, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളാണിത്, നിങ്ങൾ തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളത്. കാരണം ഇവിടെ പലരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ സഹായിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കുകയാണെന്നുള്ളൊരു, അല്ലെങ്കിൽ അവർക്ക് സഹായം ആവശ്യമുണ്ടെന്നുള്ളൊരു തോന്നൽ നിങ്ങളിൽ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അവർ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ, അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവർ ഒഴിവാകുകയാണ് അത് നിങ്ങളുടെ തലയിലിട്ടിട്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം എന്ന് പറയാം. അപ്പോൾ മറ്റുള്ളവരുടെ, ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റാരുടെയെങ്കിലും അച്ഛനമ്മമാരെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആരുടെയെങ്കിലും വീടോ അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടിയോ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നു. അതായത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഗുണമൊന്നും ഇല്ലാതെ വെറുതെ സ്ഥിരമായിട്ട് കാലങ്ങളായിട്ട് നിങ്ങൾ അവർക്ക് സഹായം ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങളിപ്പോൾ ഒഴിവാകുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് സ്പേസിലായിരിക്കാം, ജോലി സ്ഥലത്ത് മറ്റുള്ള ആളുകൾ പലപ്പോഴും അവർ നേരത്തെ പോകുമ്പോൾ അവരുടെ പണി നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഉത്തരവാദിത്തം, അതായത് നിങ്ങളുടേതല്ലാത്ത ഉത്തരവാദിത്തങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള അവസരമാണ്. നോ പറയാൻ പഠിക്കുന്ന സമയമാണെന്ന് തന്നെ പറയാം. നോ പറയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ തലയിൽ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ, റിലാക്സ് ആവാൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും പുറത്തു പോകാനും ഒക്കെ ഉള്ളൊരു അവസരം നിങ്ങളെ സംബന്ധിച്ച് ലഭിക്കുന്ന ഒരു സമയം ഈ ഒരു വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന വർഷമാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം മാത്രമാണ് ഉള്ളത്. മറ്റുള്ളവരോട് നോ പറയാൻ നിങ്ങൾ പഠിക്കുന്നു, പക്ഷെ മറ്റുള്ളവർ ആ നോ കേൾക്കുമ്പോൾ, നോ കേട്ട് ശീലമില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് അവരെ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പറ്റില്ല എന്ന് പറയുമ്പോൾ അവർ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് നല്ല രീതിയിലായിരിക്കണം. ഭൂരിഭാഗം ആളുകൾ നല്ല രീതിയിലായിരിക്കില്ല, അത് മനസ്സിലാക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് നോ പറയാനുള്ള അവകാശമുണ്ട്, ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്നുള്ളത് അവരൊരിക്കലും മനസ്സിലാക്കുന്നില്ല. പക്ഷെ അങ്ങനെ പറയുന്ന ആളുകൾ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് സങ്കടം തോന്നുന്നതായിരിക്കാം. പക്ഷേ ഒന്നുകിൽ അവരെ അത് അങ്ങനെയുള്ള വർത്തമാനങ്ങൾ കണ്ടിന്യൂ ചെയ്യാതെ അവിടെ നിന്ന് പോവുക. അതല്ല എങ്കിൽ അഥവാ അങ്ങനെ അവർ പറയുന്നുണ്ടെങ്കിൽ അത് കണക്കിലെടുക്കാതിരിക്കുക. കാരണം ഇത്രയും സഹായിച്ചതെല്ലാം ഒന്നുമല്ലാതാകുകയാണ് ഒരു പ്രാവശ്യത്തെ നോ കൊണ്ട്. അങ്ങനെയാണ് ആളുകൾ എന്നുള്ള ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കി തരുന്ന സമയമാണെന്ന് തന്നെ പറയാം. അത് മനസ്സിലാക്കുക മാത്രം ചെയ്യുക. ലൈഫ് അതുകൊണ്ട് സ്പോയിലാക്കാതിരിക്കുക. നിങ്ങൾ വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫ് സന്തോഷമായിട്ട് ആസ്വദിക്കുന്ന സമയമാണ്. അപ്പോൾ ഇത് ചില ആളുകൾക്ക് പറ്റുന്ന കാര്യമായിരിക്കില്ല, എളുപ്പത്തിൽ പറ്റുന്ന കാര്യമായിരിക്കില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആവാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അതേപോലെ സിക്സ് ഓഫ് വോൺസ് ആൻഡ് കിങ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങൾ പലരും ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ പലരുടെയും കഴിവ് മറ്റുള്ളവർ മനസ്സിലാക്കുന്ന സമയമാണ്. അപ്പോൾ സമൂഹം നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതും, അതേപോലെ നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത്, നിങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവുകളാകട്ടെ മറ്റു തരത്തിലുള്ള കഴിവുകളാകട്ടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതും
ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ബാധിക്കുന്നൊരു കാര്യം. അതേപോലെ തന്നെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുകയാണ്, സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. സ്ഥാനമാനം, ഇതുവരെ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി പേർക്ക് വേണ്ടി ചെയ്തു, പക്ഷേ ആ ചെയ്തതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ഥാനമാനങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എങ്കിൽ ഇതുവരെ അതൊന്നും കണക്കിലെടുക്കാത്ത ആളുകൾ സ്ഥാനമാനങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു, അല്ലെങ്കിൽ അവാർഡ്സ്, അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ജോലി സംബന്ധമായിട്ടാണെങ്കിൽ പ്രൊമോഷനും സാധ്യതകൾ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിന്നിരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒന്ന് ഹാങ്ഡ് മാൻ എനർജി ഉള്ളത്, അതായത് സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരുന്നവരും ഇപ്പോൾ രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടിരുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ധനലാഭം ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് സഹായഹസ്തം എത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇതുവരെ മറ്റുള്ളവർക്ക് ചെയ്തതിൻ്റെ പ്രതിഫലം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഡിസിഷൻ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാതിരിക്കുക, തീരുമാനങ്ങൾ എടുക്കുക. അതേപോലെ തന്നെ ഇമോഷനിൽ അടിമപ്പെട്ട്, അതായത് വികാരത്തിന് അടിമപ്പെട്ടായിരിക്കരുത് തീരുമാനമെടുക്കുന്നതും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. ഈ ഒരു വർഷം നിങ്ങൾ വികാരത്തിന് അടിമപ്പെട്ട് തീരുമാനമെടുക്കുകയാണെങ്കിൽ മുന്നോട്ടേക്ക് വരുന്ന പല വർഷങ്ങളെ അത് ബാധിക്കാം. അപ്പോൾ വികാരത്തിന് അടിമപ്പെട്ട് ഒരിക്കലും തീരുമാനമെടുക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് ആലോചിച്ച് റിയലിസ്റ്റിക് ആയിട്ട് തീരുമാനമെടുക്കുക. മാത്രമല്ല നോ പറയാൻ പഠിക്കുക. കാരണം ഇപ്പോൾ നിങ്ങൾ നോ പറയുന്നില്ലെങ്കിൽ വരാൻ പോകുന്ന വർഷങ്ങളിലൊക്കെ നിങ്ങൾക്ക് നോ പറയാൻ പറ്റാത്ത അവസരമായിരിക്കും. കാരണം ഇപ്പോൾ ഒരു അവസരം നിങ്ങൾക്ക് വന്നിരിക്കുകയാണെന്നുള്ളത്. പ്രത്യേകിച്ച് വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം എടുത്ത് പറയാനും, കാരണം നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാവും. അപ്പോൾ അതിലൊക്കെ നിങ്ങളെല്ലാത്തിനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള നന്മയായിരിക്കാം, പക്ഷേ അതുകൊണ്ട് നിങ്ങളെല്ലാത്തിനും ഓക്കെ പറഞ്ഞു പോയാൽ അത് പിന്നീട് നിങ്ങൾക്ക് തിരിച്ച് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാവും. അപ്പോൾ അതുകൊണ്ട് നോ പറയാൻ നിങ്ങളിപ്പോൾ പഠിച്ചാൽ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. മുന്നോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും ലൈഫിൽ എന്നുള്ളതാണ്. അതേപോലെ 6 of Wands ആൻഡ് 7 of Wands എനർജിയാണ്. അപ്പോൾ ഇവിടെ എടുത്തു പറയാനുള്ള മറ്റ് ആളുകൾ നിങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന, ഒരേ സമയം തന്നെ അംഗീകാരം ലഭിക്കുന്നതും അതേസമയം തന്നെ നിങ്ങളെ ക്രൂശിക്കുന്നതുമായിട്ടുള്ളൊരു വർഷം. അപ്പോൾ ഒരേ സമയം അംഗീകാരം എന്ന് പറയുമ്പോൾ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഇപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളിൽ സമൂഹം നിങ്ങളെ അംഗീകരിക്കുന്നു, പൊതുസമൂഹം. പക്ഷേ നിങ്ങൾ ചെയ്തിട്ടുള്ളത് നിങ്ങളെ ചില ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കോ അല്ലെങ്കിൽ അങ്ങനെ അത്രയും അടുപ്പമുള്ള ക്ലോസ് ഫ്രണ്ട്സിനോട് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളവരിൽ നിന്നൊക്കെ ഇപ്പോൾ നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളെ ക്രൂശിക്കുന്ന രീതിയിൽ സാഹചര്യങ്ങൾ വരാം. പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്. അതും മാത്രമല്ല തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് റെസ്റ്റ് ആവശ്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് നോക്കേണ്ട അനിവാര്യതയുണ്ട്. അവിടെ പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള അച്ഛനമ്മമാർ, അല്ലെങ്കിൽ മക്കൾ ഒരു പരിധി എത്തിയ അച്ഛനമ്മമാരെ ഉദ്ദേശിച്ചിട്ട് കൂടിയാണ്. നിങ്ങൾ ഒരു പരിധി വരെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്, അവരുടെ ലൈഫ് ഒന്ന് സെറ്റിലായിട്ടുണ്ട്. ഇപ്പോഴും മക്കൾ നിങ്ങളെ പല കാര്യങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പലതരത്തിൽ അവരുടെ കാര്യങ്ങൾ നടത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ മുതലെടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും നിങ്ങളത് മനസ്സിലാക്കുക. ഇനിയെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് ജീവിക്കുക. ഇനി ലൈഫ് റിലാക്സ്ഡ് ആവും. ഇപ്പോൾ ചിലപ്പോൾ കൊച്ചുമക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ജീവിക്കുന്ന, അതായത് നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്, എല്ലാവരും ഒരുപോലെ. ആ ഒരു രീതിയിലുള്ളവരെല്ലാം ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാതെ ആവശ്യത്തിന് മാത്രം മാതാപിതാക്കൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ളവരാണ് എങ്കിൽ, അത് തിരിച്ചും ആവാട്ടോ. നിങ്ങളുടെ പാരൻസ് ചിലപ്പോൾ നിങ്ങളെ അങ്ങനെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടി ജീവിക്കുക. എപ്പോഴും മറ്റൊരാൾക്ക് വേണ്ടിയിട്ടുള്ള ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല ജീവിതം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പിന്നെ ജീവിക്കാമെന്ന് വിചാരിച്ചിരുന്നാൽ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടും ജീവിക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ 3 of Cups ആൻഡ് 4 of Swords എനർജിയാണ്. ആഘോഷങ്ങളും സന്തോഷങ്ങൾക്കുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. ആ അവസരം ഉപയോഗപ്പെടുത്തുക. ആഘോഷങ്ങളും മറ്റു തരത്തിൽ സെലിബ്രേഷൻസിനൊന്നും നോ പറയാതിരിക്കുക. അതായത് ആരെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഫ്രണ്ട്സോ മറ്റുള്ളവരും നിങ്ങളെ എന്തിൻ്റെങ്കിലും ഒരു ഭാഗമായിട്ട്, ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് എന്തിലെങ്കിലും ആഘോഷത്തിലേക്ക് നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാറ്റി വെച്ചിട്ട് ഫാമിലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പല ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ നിലകൊള്ളുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് തിരിച്ച് ചെയ്ത് നോക്കുക. ഈ പറയുന്ന ആഘോഷങ്ങളും കാര്യങ്ങളും നിങ്ങൾ ആസ്വദിക്കുക. അങ്ങനെയുള്ള ഇടങ്ങളിൽ പോവുക, സെലിബ്രേഷൻസിൽ, മറ്റു കാര്യങ്ങളിൽ, ഉത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുക. ഈ പറയുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ജീവിതം ഉണ്ടല്ലോ, ഉമിനീരിലെരിയുന്നത് നിർത്തിയാൽ മാത്രം മതിയാകും. ലൈഫ് ഒന്ന് റിലാക്സ് ചെയ്യുക. ചില കാര്യങ്ങൾ നിങ്ങൾ
വളരെയധികം ഇപ്പോൾ വീട്ടിലെ തന്നെ ചില വീട്ടമ്മമാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അമിതമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടോ, 4 കൂട്ടം കറിയോ, അല്ലെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് വയ്യെങ്കിൽ പോലും പലതും ചെയ്യുന്നുണ്ടാവും. പലരും ഫാമിലി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യുക, നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ശരീരവും മനസ്സിനും ഉന്മേഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാം. ഇതാണ്. പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ ഒത്തിരി ഉന്നമനമുണ്ട്, വിദേശത്തേക്ക് പോകാനുള്ള അവസരം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതിയാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.